നമസ്കാരം. ആനയോളം വരുന്ന ആനക്കാഴ്ചകൾ അവതരിപ്പിക്കുന്ന സൂര്യവുഡ് ആൻഡ് ലക്ഷ്മി സ്റ്റോഴ്സ് ആനപ്പെരുമയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സുസ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ നാടൻ ആനകളുടെ സ്വഭാവത്തെപ്പറ്റിയും സവിശേഷതകളെ പറ്റിയുമാണ് പറഞ്ഞിരുന്നത്. ജനങ്ങളോട് സ്നേഹം കാണിക്കുകയും അതുപോലെ തന്നെ പെട്ടെന്ന് ഇണങ്ങുന്നവയുമാണ് നാടൻ ആനകൾ. ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ പറയുന്നത് ബീഹാറി, ആസാമി തുടങ്ങിയ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ആനകളെക്കുറിച്ചാണ്. ഈ ആനകൾ പെട്ടെന്ന് ഇണങ്ങുന്നവയല്ല, എന്നാൽ ഇണങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ സ്നേഹമുള്ള മറ്റൊരു മൃഗവുമില്ല. ഭാഷയും ചിട്ടവട്ടങ്ങളുമൊക്കെ പഠിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ആനകൾ പെട്ടെന്ന് അനുസരണ കാണിക്കാത്തത്. എന്നാൽ നല്ലൊരു പാപ്പാൻ്റെ ശിക്ഷണമുണ്ടെങ്കിൽ ഈ ആനകൾ നല്ല അനുസരണശീലമുള്ളവരായി മാറുകയും ചെയ്യും. ഇന്ന് ഞങ്ങൾ ആനപ്പെരുമയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഒരു കാലത്ത് ജനങ്ങളുടെ പേടി സ്വപ്നമായിരുന്ന ഒരു ആനയാണ്. എന്നാൽ ഇന്ന് ഈ കൊമ്പൻ മര്യാദക്കാരനായി കഴിയുകയാണ്. കൂടൽമാണിക്യം മേഘാർജുനൻ എന്ന ഈ കൊമ്പനെ ഇന്നത്തെ ആനപ്പെരുമയിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുകയാണ്. ചെറുപ്രായത്തിൽ നല്ല കുറുമ്പുള്ളവർ വലുതാവുമ്പോൾ മര്യാദക്കാരായി മാറും എന്നല്ലേ പറയാറുള്ളത്. അത് ഈ കൊമ്പന്റെ കാര്യത്തിലും അക്ഷരം പ്രതി ശരിയാണ്. ഒരു കാലത്ത് നാടിനെയും നാട്ടുകാരെയുമെല്ലാം വിറപ്പിച്ചിരുന്ന ഒരു ചരിത്രമുണ്ടായിരുന്നു കൂടൽമാണിക്യം മേഘാർജുനൻ എന്ന ഈ കരിവീരന്. ഇവനെ കാണുമ്പോൾ തന്നെ ആളുകൾ ഓടിമറയുമായിരുന്നു ആ കാലത്ത്. അന്ന് പാപ്പാന്മാർക്ക് പോലും ഇവനൊരു പേടി സ്വപ്നമായിരുന്നു. ഇവൻ്റെ ചോരമണക്കുന്ന ആ ഇരുണ്ട കാലം ഇന്ന് പഴങ്കഥയായി കഴിഞ്ഞു. മേഘാർജുനനിപ്പോൾ ഇരിഞ്ഞാലക്കുടക്കാരുടെയും ആനപ്രേമികളുടെയും പ്രിയതാരമാണെന്ന് മാത്രമല്ല, അതോടൊപ്പം തന്നെ നല്ല മര്യാദക്കാരനായ ഒരു കൊമ്പനായും മാറിക്കഴിഞ്ഞു. ഒട്ടേറെ പ്രശസ്തരായ ആനകളുണ്ടായിരുന്ന ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം ആനത്തറവാട്ടിലെ ഇപ്പോഴത്തെ ഏക ആനയാണ് മേഘാർജുനൻ. ഇവൻ ഇന്ന് ഇരിങ്ങാലക്കുടക്കാരുടെ സ്വകാര്യ അഹങ്കാരമായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ആനത്തറവാട്ടിനെ പറ്റിയും അതുപോലെ തന്നെ ഇവനടക്കമുള്ള ആനകളെ പറ്റിയും പറയുകയാണെങ്കിൽ എങ്ങനെയാണ്, അതിൽ ഇവൻ്റെ പ്രത്യേക ശീലങ്ങൾ എന്തൊക്കെ നമുക്ക് എടുത്തു പറയാം? കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ആനപാരമ്പര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയ രവിയിൽ ആരംഭിക്കുകയും ഇപ്പോൾ മേഘാർജുനിൽ എത്തി നിൽക്കുകയുമാണ്. എനിക്ക് പറയാനുള്ളത് 30 വർഷത്തെ എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. ഇവിടെ എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നത് മാണിക്യൻ എന്ന് പറയുന്ന ആനയായിരുന്നു, കൂടപ്പുഴ മാണിക്യൻ. എത്ര വലിയ ആനകൾ വന്നാൽ തന്നെ ആദ്യത്തെ ദിവസത്തെ എഴുന്നള്ളിപ്പ് മാണിക്യൻ്റെ പുറത്തായിരിക്കും. പിന്നീട് രാമൻ, ലക്ഷ്മണൻ എന്ന് പറയുന്ന 2 ആനകൾ നടക്കിരുത്തപ്പെടുകയും അതിൽ ഒരെണ്ണം ചെരിയുകയും ഉണ്ടായി. പിന്നീട് വന്നതാണ് മേഘാർജുൻ. മേഘാർജുൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഞങ്ങളെ വളരെയധികം ആകർഷിച്ചിട്ടുള്ള ആന ഇരിഞ്ഞാലക്കുടക്കാരുടെ ഒരു സ്വകാര്യ അഭിമാനമാണ്. ഒന്ന്, അതിൻ്റെ നിറം. 2, ഒരു 8 വയസ്സായ കുട്ടിയെ കാണുമ്പോൾ ഒരു കൗതുകം നമുക്ക് ഈ ആനയെ കാണുമ്പോൾ ഉണ്ടാവാറുണ്ട്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ എത്ര അക്രമാസക്തമായി നിൽക്കുകയാണെങ്കിലും അടുത്ത സെക്കൻഡിൽ ആളതല്ലാണ്ടായി മാറും. കേരളത്തിൽ അപൂർവം ചില ആനകൾക്ക് മാത്രമാണ് ഓമന പേരുള്ളത്. അങ്ങനെ അംഗീകൃതമായ ഒരു വിളിപ്പേരുള്ള ആന കൂടിയാണ് നമ്മുടെ മേഘാർജുനൻ. മാണിക്യൻ എന്നാണ് ഇവൻ്റെ ഓമന പേര്. മുൻപ് ദേവസ്വത്തിൽ മാണിക്യൻ എന്ന നല്ല ഒരു ഗജതാരമുണ്ടായിരുന്നു. അവനെപ്പോലെ ലക്ഷണമൊത്ത ഒരു കൊമ്പനായതുകൊണ്ടാകാം മേഘാർജുനന് മാണിക്യൻ എന്ന വിളിപ്പേര് ചാർത്തിക്കൊടുത്തത്. അല്ലെങ്കിൽ കൂടൽമാണിക്യം എന്ന പേരിലെ മാണിക്യം മാണിക്യനായി നൽകിയതാകാം. എന്തായാലും ഇരിങ്ങാലക്കുടക്കാർ അത്രമാത്രം സ്നേഹത്തോടെയാണ് മാണിക്യനെന്ന് ഇവനെ വിളിക്കുന്നതും. അംഗീകൃത ഓമന പേരുള്ള ആനയെന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞുവല്ലോ, അതിനൊരു കാരണവുമുണ്ട്. ഇവൻ്റെ ലോക്കറ്റിൽ മറ്റ് ആനകൾക്ക് കാണാത്ത രീതിയിൽ കൂടൽമാണിക്യം മേഘാർജുനൻ എന്ന പേരിന് താഴെ മാണിക്യൻ എന്നുകൂടി എഴുതിയിട്ടുണ്ട്. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെത്തുന്നവർക്കും ഏറെ പ്രിയങ്കരനാണ് മേഘാർജുനൻ. അതുകൊണ്ടുതന്നെ ഇവന് പഴവും പ്രസാദവുമെല്ലാം ഇഷ്ടം പോലെ ലഭിക്കാറുമുണ്ട്. കൂടാതെ ക്ഷേത്രം ജീവനക്കാർക്കും ഭാരവാഹികൾക്കുമെല്ലാം മാണിക്യനോട് ഏറെ പ്രിയവുമാണ്.
ക്ഷേത്രത്തിലെത്തുന്നവരോടും അതുപോലെ തന്നെ മറ്റ് ആളുകളോട് എങ്ങനെയുള്ള പ്രകൃതക്കാരനാണ് ഈ കൊമ്പൻ? ഈ കൊമ്പൻ വളരെ നല്ല രീതിയിലുള്ള പെരുമാറ്റമാണ്. ഞാൻ തന്നെ ഇവിടെ നടയിരുത്തിയ സമയത്ത് വരുമ്പോൾ വെളുപ്പാങ്കാലത്ത് അഭിഷേകം കഴിഞ്ഞ് പോകുന്ന സമയത്ത് പഴവും മറ്റുള്ള സാധനങ്ങളും കൊടുക്കുമ്പോൾ വായ വളക്കാൻ പറഞ്ഞാൽ സുന്ദരമായിട്ട് വായ വളർന്ന് തരാറ് പതിവുണ്ട്. പിന്നീട് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നടയിൽ ഈ സ്ഥിരം നടപ്പരയിലാണ് കെട്ടിയിരുന്നത്. പിന്നെ ഇവിടെ ചില ആൾക്കാർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടപ്പോൾ, ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ മണം എടുക്കണമെന്നുള്ള നിലയ്ക്ക് അതിനെ മാറ്റി കെട്ടണം എന്ന് പറഞ്ഞ് അങ്ങനെ ദേവസ്വം പറമ്പിലേക്കാക്കി. അപ്പോൾ അതിന് ശേഷം കൊടുക്കാൻ സാധിക്കാറില്ല. മറ്റൊരു നമ്മൾ പറഞ്ഞാൽ വായ വളക്കാൻ പറഞ്ഞാൽ സുന്ദരമായിട്ട് വായ വളക്കും, നമ്മൾ വായയിലേക്ക് ഇട്ട് കൊടുക്കും, തുമ്പിയിൽ വെച്ച് കൊടുക്കാറുണ്ട്. അതിനൊന്നും യാതൊരു വക ബുദ്ധിമുട്ടും വരാറില്ല. വസിക്കുന്ന എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ ഒരു യുവ ഗജവീര കേസരിയാണ് മേഘാർജുനൻ. പ്രായം 21 മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും നല്ല ഒരു അസൽ ആനപ്പിറവിയായി ഇവൻ മാറിക്കഴിഞ്ഞു. ഈ ചെറുപ്രായത്തിൽ തന്നെ 9 അടിയോളം ഉയരമുണ്ട്. എഴുന്നള്ളിച്ച് നിർത്തിയാൽ പിന്നെ പറയുകയും വേണ്ട. പ്രത്യേക ഒരു പ്രൗഢിയാണ്. തലയെടുപ്പോടെ തന്നെ ഇവൻ ഉത്സവ പറമ്പുകളിൽ നിലയുറപ്പിക്കുകയും ചെയ്യും. നാടൻ ആനയുടെ ലക്ഷണമൊക്കെയുണ്ടെങ്കിലും ആസാമിയാണ് മേഘാർജുനൻ. 18 നഖങ്ങൾ, നിലം മുട്ടുന്ന തുമ്പിക്കൈ, വീണെടുത്ത കൊമ്പുകൾ, വലിയ മസ്തകം, നല്ല വായുകുംഭം, കൊഴുത്തുരുണ്ട ശരീരപ്രകൃതി, നല്ല എണ്ണക്കറുപ്പ് തുടങ്ങിയ ഗജസൗന്ദര്യങ്ങളെല്ലാം ഇവനിൽ സമ്മേളിക്കുന്നു. ഇന്ന് നാട്ടിലുള്ള ആനക്കുട്ടികളിൽ ഏറ്റവും വലിയ ചെവിയുള്ളവനാണ് മേഘാർജുനൻ. താമര ഇതൾ പോലെയുള്ള നല്ല ചെവികളുള്ളതുകൊണ്ട് ഇവനെ താമരച്ചെവിയനെന്നും വിളിക്കാറുണ്ട്. സംഗമേശ്വരനായ കൂടൽമാണിക്യത്തപ്പന് താമരയാണല്ലോ ഇഷ്ടവഴിപാട്. ചിലപ്പോൾ ഇതായിരിക്കാം താമരച്ചെവിയൻ എന്ന മറ്റൊരു പേരുകൂടി ഇവന് സ്വന്തമാകാനുള്ള കാരണം. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരമടക്കം നിരവധി ഉത്സവങ്ങളിൽ ഇന്ന് സജീവ സാന്നിധ്യമാണ് ഈ കൊമ്പൻ. ഏറെ പ്രസിദ്ധമായ കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് ഭഗവാൻ ആദ്യമായി പുറത്തേക്ക് എഴുന്നള്ളുന്നത് സ്വന്തം ആനയായ മേഘാർജുനന്റെ പുറത്തേറിയാണ്. ഈ വരവ് കാണേണ്ട കാഴ്ച തന്നെയാണ്. കൊടിപ്പുറത്ത് വിളക്ക് എന്നറിയപ്പെടുന്ന ആദ്യ ദിവസം മേഘാർജുനൻ സംഗമേശ്വരനെയും ശിരസിലേറ്റി പുറത്തേക്ക് എഴുന്നള്ളുന്നത് ഒരു നോക്കു കാണാൻ ആയിരങ്ങളാണ് ക്ഷേത്രസന്നിധിയിൽ എത്താറുള്ളത്. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയേശ്യ ക്ഷേത്രം, തിരുവേഗപ്പുറ, ആറാട്ടുപുഴ തുടങ്ങിയവ ഇവൻ പങ്കെടുക്കുന്ന ഉത്സവങ്ങളിൽ പ്രധാനമായതാണ്. ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് തൈക്കാട്ടുശ്ശേരി പറയെടുപ്പിൽ ഉപചാരം ചൊല്ലിപ്പിരിയൽ ചടങ്ങിൽ പങ്കെടുക്കാൻ പല തവണ ഭാഗ്യം സിദ്ധിച്ച കൊമ്പനാണ് മേഘാർജുനൻ. പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ പറയെടുപ്പ് ചുമതലയും ഇവൻ നിർവഹിച്ചിട്ടുണ്ട്. കൂടാതെ പിടിക്കപ്പറമ്പ് ആനയോട്ടത്തിൽ ഒരു തവണ ഒന്നാമനായിട്ടുണ്ട്. അന്നത്തെ ഇവന്റെ ഓട്ടം കാണേണ്ട കാഴ്ചയായിരുന്നു. ആനയോട്ടത്തിൽ പങ്കെടുത്ത എല്ലാ കൊമ്പന്മാരെയും കൂടി നിന്ന ജനങ്ങളെയും അമ്പരപ്പിച്ചും ഒപ്പം ആവേശം കൊള്ളിച്ചുമായിരുന്നു ആ ഓട്ടം. കൂരിരുട്ട് പോലും തോറ്റുപോകുന്ന കറുപ്പഴക് തന്നെയാണ് ഇവന്റെ എടുത്തു പറയേണ്ട സൗന്ദര്യങ്ങളിൽ മറ്റൊന്ന്. കുട്ടിക്കൊമ്പനായിരിക്കുമ്പോഴാണ് മേഘാർജുനൻ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ എത്തുന്നത്. അന്ന് പ്രായം 10-11 മാത്രം. ആരെയും ആകർഷിക്കുന്ന കരിസൗന്ദര്യവും കൗതുക കാഴ്ചയും പ്രകടമായിരുന്നെങ്കിലും കുട്ടിക്കുറുമ്പ് കലശലായതോടെ ആരും അടുത്തേക്ക് പോകാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. 2006 ആനപ്രേമിയായ ഇരിങ്ങാലക്കുട സ്വദേശി തെക്കേമഠം സുരേഷ് ഇവനെ സംഗമേശ്വരന് മുന്നിൽ നടയിരുത്തുന്നത്. സുരേഷിന്റെ കയ്യിലെത്തുന്നതിനു മുൻപ് ചിറക്കൽ മധുവിന്റെ കൈവശമായിരുന്നു. അന്നിവന്റെ പേര് മണികണ്ഠൻ എന്നായിരുന്നു. മധു വാങ്ങുന്നതിനു മുൻപ് തടത്താവിള മണികണ്ഠൻ എന്നായിരുന്നു ഈ ഗജകുമാരന്റെ പേര്. ആനയെ സ്വന്തമാക്കിയ തെക്കേമഠം സുരേഷ് തന്റെ മക്കളുടെ പേരുകളായ മേഘ, അർജുനൻ എന്നീ പേരുകൾ യോജിപ്പിച്ച് മേഘാർജുനൻ എന്ന പേരിൽ ഇവനെ സംഗമേശ്വരന് മുൻപിൽ നടയിരുത്തുകയായിരുന്നു. ഇരിഞ്ഞാലക്കുട ശ്രീ കൂടൽമാണിക്യം അമ്പലത്തിലേക്ക് ഞങ്ങളുടെ തെക്കേമഠം ഫാമിലിയാണ്
മേഘാർജുനനെ നടക്കിരുത്തിയിരിക്കുന്നത്. അടുത്ത തലമുറയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ആനയായിട്ട് മാറുമെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. ചെറുപ്പകാലത്ത് ചെറിയ കുട്ടിക്കാലത്തിന് ചില പ്രോബ്ലമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആനയൊക്കെ ഇപ്പോൾ വളരെ മെച്ചപ്പെട്ടു. നല്ല അനുസരണയുള്ള ഒരു ആനയായിട്ട് മാറിക്കഴിഞ്ഞു. ഓക്കെ, പല അമ്പലങ്ങളിലും കോലമെടുക്കുന്ന സ്ഥിതിയിലായി കഴിഞ്ഞു. നല്ല പാപ്പാനെ കിട്ടിക്കഴിഞ്ഞു. നല്ല അഡ്മിനിസ്ട്രേറ്റീവ് അമ്പലത്തിൻ്റെ എല്ലാ സഹായങ്ങളും കാരണം ആനയ്ക്ക് വളരെ വളരെ നല്ല ആരോഗ്യവും നല്ലൊരു ജീവിതമാണ് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കിട്ടുന്നത്. ഈ ലുക്കും നിലവുമൊക്കെ കണ്ടിട്ട് കൂടൽമാണിക്യം മേഘാർജുനൻ നാടൻ ആനയാണെന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി. നാടൻ ആനച്ചന്തമൊക്കെ ഉണ്ടെങ്കിലും ഇവൻ ആസാമിയാണ്. മധുരപലഹാരങ്ങളോട് ഏറെ പ്രിയമുള്ളവനാണ് ഇവൻ. ഒരു തേനിലാവോ അല്ലെങ്കിൽ ആപ്പിളോ കിട്ടിയാൽ വളരെ സന്തോഷമായി. ഇവൻ്റെ വിശേഷങ്ങൾ തുടരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഒരു കാലത്ത് നല്ല കുട്ടിക്കുറുമ്പും അനുസരണക്കേടും കാട്ടിയിരുന്ന ഒരു കൊമ്പനായിരുന്നു കൂടൽമാണിക്യം മേഘാർജുനൻ. ഇവനെക്കൊണ്ട് പൊറുതിമുട്ടിയതോടെ നടയിരുത്തിയ തെക്കേമഠം സുരേഷിന് തന്നെ ഈ കൊമ്പനെ തിരിച്ചു കൊടുത്ത ഒരു ചരിത്രമുണ്ടായിരുന്നു. പിന്നീട് പാപ്പാൻ്റെ സംരക്ഷണവും ഉടമയുടെ സ്നേഹപരിലാളനങ്ങളും ഏറ്റുവാങ്ങിയതോടെ ഇന്ന് നല്ല അനുസരണശീലമുള്ള കൊമ്പനായി മാറിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പക്വതയുള്ള നല്ലൊരു ഗജരാജകുമാരനാണ് കൂടൽമാണിക്യം മേഘാർജുനൻ. ചെറുപ്പത്തിൽ തന്നെ നല്ല കുസൃതിയും അനുസരണക്കേടുകളും കാട്ടിയിരുന്ന കൊമ്പനായിരുന്നു കൂടൽമാണിക്യം മേഘാർജുനൻ. പോരാത്തതിന് ഒരു വഴക്കാളിയുമായിരുന്നു ഇവൻ. അന്ന് മൂക്കത്തായിരുന്നു ശുണ്ഠി. ആരെയും വിലവയ്ക്കാതെ താന്തോന്നിയായി തന്നെ നടന്നിരുന്ന കാലം. പാപ്പാൻ പറഞ്ഞാൽ പോലും, എന്തിന് തല്ലിയാൽ പോലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതിരുന്ന പ്രകൃതമായിരുന്നു. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ എത്തിയിട്ടും ഇവൻ്റെ ആ ദുശാഠ്യങ്ങൾക്കും അനുസരണക്കേടുകൾക്കും ഇടച്ചിലുകൾക്കും യാതൊരു കുറവുമുണ്ടായില്ല. ആള് മുൻകോപക്കാരനായിരുന്നുവെങ്കിലും പെട്ടെന്ന് തന്നെ ആ ദേഷ്യം കെട്ടടങ്ങുകയും ചെയ്യും. അല്ല, ഇവനെ തെറ്റു പറയാനും പറ്റില്ലല്ലോ. ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പുകൊണ്ട് അറിയാതെ ചെയ്തു കൂട്ടുന്നതാണല്ലോ ഈ വികൃതി തരങ്ങൾ. പക്ഷേ ഇവൻ്റെ ആ ദുസ്വഭാവം കൊണ്ട് വഴക്കാളി എന്ന പേരും ലഭിച്ചു. ആ കാലത്ത് ജനങ്ങളുടെയും പാപ്പാന്മാരുടെയും പേടി സ്വപ്നമായി ഇവൻ മാറുകയും ചെയ്തു. ഉത്സവങ്ങളോടോ മേളക്കൊഴുപ്പിനോടോ അതുമല്ലെങ്കിൽ കണ്ണിൽ കാണുന്നതിനോടൊക്കെയുള്ള ഭയപ്പാടുകൊണ്ടാണോ എന്നറിയില്ല, പോകുന്ന പൂരങ്ങളിൽ ഇവൻ ഭയന്നോടാൻ തുടങ്ങിയതോടെ ഏറെക്കാലം കെട്ടുന്തറിയിൽ തന്നെ തളച്ചിടേണ്ട ഗതികേടിലുമായി. ഇക്കാലയളവിൽ അറിഞ്ഞോ അറിയാതെയോ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ തന്നെ ഇവൻ്റെ പേരിൽ ചോരമണക്കുന്ന ഒരു കഥ കൂടിയായതോടെ മേഘാർജുനനെ ഉത്സവപ്പറമ്പുകളിൽ നിന്നും മാറ്റി നിർത്തേണ്ട അവസ്ഥയുമായി. മേഘാർജുനന്റെ അതിക്രമങ്ങൾ കൊണ്ട് വലഞ്ഞ കൂടൽമാണിക്യം ദേവസ്വം ഭാരവാഹികൾ ഇവന്റെ സംരക്ഷണ ചുമതല നടയിരുത്തിയ തെക്കേമഠം സുരേഷിന് തന്നെ മടക്കിക്കൊടുത്തു. ഇങ്ങനെ ഓർക്കാനിഷ്ടമില്ലാത്ത ഒരു ഭൂതകാലമുണ്ടായിരുന്നെങ്കിലും ജനങ്ങളോട് ഇവൻ ഏറെ ഇഷ്ടം കാണിച്ചിരുന്നുവെന്ന് ഇരിങ്ങാലക്കുടക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. സ്നേഹിച്ചാൽ ഏതൊരു മൃഗവും ഇണങ്ങും എന്നതിനൊരു തെളിവാണ് ഈ മേഘാർജുനൻ. അതെങ്ങനെയാണ് അത് നിങ്ങൾ മാറ്റിയെടുത്തത്? തീർച്ചയായിട്ടും ഈ ആന വളരെ മോശം ഒരവസ്ഥയിൽ അമ്പലത്തിൻ്റെ പിന്നിലൊരു ഭാഗത്ത് നിൽക്കുകയായിരുന്നു. അവിടുന്ന് തെക്കേമഠം സുരേഷ് എന്ന് പറഞ്ഞ വലിയ മനുഷ്യൻ ആനയെ തിരിച്ചേറ്റെടുക്കുകയും അതിനുവേണ്ടി ഒരുപാട് പണം തന്നെ ചിലവാക്കി. അതിൻ്റെ കൂടെ ഈ നാട്ടിലുള്ള ഞങ്ങൾ ഈ കാണുന്നവർ മാത്രമല്ല ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊന്നുകൂടെ എത്താൻ സാധിച്ചിട്ടില്ല. അവരുടെയൊക്കെ സഹായത്തോടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങളോടുകൂടി ബിജുബായിയുടെ എന്ന് പറഞ്ഞ ആളുടെ ഒരു മിടുക്കും കാരണം, ഭഗവാന്റെ അനുഗ്രഹം കാരണം ആന വീണ്ടും വളരെ നല്ലൊരു രീതിയിലുള്ള ആനയായി മാറിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഇനിയും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. ഇപ്പോൾ ചോരക്കറ അതുപോലെ ഉത്സവങ്ങളിൽ പോയാൽ ഒരു ഇടച്ചിൽ അങ്ങനത്തെ പ്രകൃതക്കാരനായിരുന്നു പണ്ട്. ഇപ്പോൾ ഉത്സവങ്ങളിൽ പോയാൽ എങ്ങനെയാണ് ഇവൻ്റെ അവസ്ഥ? മാറ്റം എന്ന് പറയുമ്പോൾ അത് അടിമുടിയുള്ള മാറ്റമാണ്. അതിൽ പിന്നെ എല്ലാം മാറി. പിന്നെ പഴയതിനെ അവിടെ സ്ഥാനമില്ല.
നിരവധി പാപ്പാന്മാർ മേഘാർജുനനെ നോക്കാനായി എത്തിയെങ്കിലും ഇവന്റെ വികൃതി തരങ്ങൾ കൊണ്ടും അനുസരണക്കേടുകൊണ്ടും അവരെല്ലാം ഇവനെ ഉപേക്ഷിച്ചു മടങ്ങി. തികഞ്ഞ ആനപ്രേമിയായ തെക്കേമഠം സുരേഷ് അങ്ങനെ മേഘാർജുനന്റെ സംരക്ഷണം ഏറ്റെടുത്തു. തൻ്റെ മക്കളെപ്പോലെ തന്നെ ഇവനെ സ്നേഹിക്കാനും പരിപാലിക്കാനും തുടങ്ങി. ഒപ്പം നല്ല ഒരു പാപ്പാനായുള്ള അന്വേഷണവും ആരംഭിച്ചു. ആ അന്വേഷണങ്ങൾക്കൊടുവിലാണ് കുറേ വില്ലന്മാരായ ആനകളെ സ്നേഹം കൊണ്ട് മര്യാദക്കാരാക്കി മാറ്റിയ മുരിയാട് സ്വദേശി ബിജുവിനെ ഇവന്റെ പാപ്പാനായി നിയോഗിക്കുന്നത്. 4 വർഷത്തോളമായി ബിജുവിൻ്റെ മേൽനോട്ടത്തിൽ ഇവനെ നല്ല മര്യാദക്കാരനാക്കാനും അനുസരണശീലമുള്ളവനാക്കി മാറ്റുവാനും കഴിഞ്ഞു. ബിജു ഇവന്റെ സാരഥിയായ ശേഷം യാതൊരു അനുസരണക്കേടും ഇവന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, ആർക്കു വേണമെങ്കിലും അടുത്തു പോകാൻ പറ്റുന്ന സ്വഭാവക്കാരനാക്കി മാറ്റുകയും ചെയ്തു. തൻ്റെ സാരഥിയെ മേഘാർജുനന് ഏറെ പേടിയുണ്ടെങ്കിലും അതിലേറെ സ്നേഹവുമുണ്ട്. അത് ഇവരുടെ സൗഹൃദങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാകും. ഇവന്റെ അടുത്തു നിന്നും ബിജു ഒന്നു മാറിയാൽ പിന്നെ അന്വേഷണവും തിരച്ചിലും തുടങ്ങുകയായി. ബിജു അടുത്തു വന്ന് എന്തെങ്കിലും ഒരു കുശലം പറഞ്ഞാലേ മേഘാർജുനന് സമാധാനമുള്ളൂ. ആരെങ്കിലും മേഘാർജുനനെ കാണണമെന്നോ ഒന്ന് തൊടണമെന്നോ ഉള്ള ആഗ്രഹവുമായി എത്തിയാൽ ബിജു പറയും, നിങ്ങൾ പോയി കുറച്ച് ആപ്പിളോ തേൻനിലാവോ അല്ലെങ്കിൽ ഒരു തേങ്ങാപ്പൂളുമായോ വാ. എന്നിട്ട് വായിൽ തന്നെ വെച്ചുകൊടുത്ത് അവനെയും കൊണ്ടൊന്ന് കറങ്ങി വാ എന്ന് പറയും. അത്രയും നല്ലവനായി ശാന്ത സ്വഭാവിയായി ഇന്ന് മേഘാർജുനൻ മാറിക്കഴിഞ്ഞു. ഗജകില്ലാടിയെ പാവത്താനാക്കിയ ബിജു ആകട്ടെ ഇരിങ്ങാലക്കുടക്കാർക്കും ആനപ്രേമികൾക്കും ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജുവാണ്. ഇങ്ങനെ ഇവൻ നല്ല പിള്ളയായി മാറുമെന്ന് ഇവരാരും പ്രതീക്ഷിച്ചിരുന്നുമില്ല. പാപ്പാന്റെയും ഉടമയുടെയും നല്ല പരിചരണവും ഒപ്പം ആനയെ നന്നായി സ്നേഹിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ ഏതു കൊലകൊമ്പനെയും വരച്ച വരയിൽ നിർത്താമെന്ന് ഇവർ നമ്മൾക്ക് മുന്നിൽ വയ്ക്കുന്ന ഒരു പാഠവുമാണ്. ഒറ്റച്ചട്ടക്കാരനാണ് ഈ മാണിക്കൻ. ബിജുവിനു പുറമെ പെരുമ്പിളിശ്ശേരി സ്വദേശി മണികണ്ഠനാണ് രണ്ടാം പാപ്പാൻ. അപ്പോൾ വലിയ കുഴപ്പക്കാരനായിരുന്ന ആന, അതുപോലെ തന്നെ ജനങ്ങൾക്കൊരു കാലത്ത് പേടി സ്വപ്നമായിരുന്നു. അപ്പോൾ ഈ ആനയെ ഇന്ന് ശാന്ത സ്വഭാവിയാക്കിയതിന് പിന്നിൽ ചേട്ടൻ്റെ ഒരു കഴിവാണ്. അതൊന്ന് പറയാമോ? അതെങ്ങനെയാണ് അതിൻ്റെ ട്രിക്ക്? അത് അവൻ്റെ അടുത്ത് നല്ലോണം നമ്മൾ പെരുമാറണ കാരണം അവൻ നമ്മളെ അടുത്ത് പെരുമാറണം. അത് അപ്പം നമ്മൾക്ക് അവ അയച്ചിട്ട് കൊണ്ടുപോകാൻ പറയും, നമ്മൾ അയച്ചിട്ട് നമ്മളെ കൊണ്ട് കാര്യങ്ങൾ നടത്തണം. ഇപ്പോൾ ജനങ്ങളോട് എങ്ങനെയാണ് ഇവൻ്റെ സ്വഭാവം? കുഴപ്പമില്ല, ഫുഡൊക്കെ മേടിച്ച് കഴിക്കും, കുഴപ്പമൊന്നുമില്ല. എത്ര കാലമായി ഇവന് സാരഥിയായിട്ട്? ഞാൻ 4 കൊല്ലം. ഇതിൻ്റെ ഇടയിൽ, ഈ കാലയളവിനിടയിൽ വല്ല പ്രശ്നങ്ങളോ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഇതിൻ്റെ മതപ്പാട് കാലവും അതുപോലെ തന്നെ സ്വഭാവ സവിശേഷതകളൊക്കെ എങ്ങനെയാണ്? നീരിൽ കുഴപ്പമുള്ളൂ. നീരിൽ ആന അത്യാവശ്യം ഓടിക്കും ചാടിക്കും, എന്നാലും നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാം. നാലു വർഷം നീണ്ട തെക്കേമഠം സുരേഷിൻ്റെയും പാപ്പാൻ ബിജുവിൻ്റെയും ഒപ്പം ഇരിങ്ങാലക്കുടക്കാരായ കുറച്ച് ആനസ്നേഹികളുടെയും പരിശ്രമം കൊണ്ട് നല്ലവനായി തീർന്ന മേഘാർജുനനെ ഇന്ന് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ തന്നെ തിരിച്ചേൽപ്പിച്ചു കഴിഞ്ഞു. എങ്കിലും സുരേഷിൻ്റെ ഒരു ശ്രദ്ധ ഇവനിൽ എപ്പോഴുമുണ്ട്. ഇപ്പോൾ ഇവനെ ഏതു ഉത്സവത്തിനും ധൈര്യമായി എഴുന്നള്ളിക്കാം, ആർക്കും അടുത്തു ചെല്ലാം. നല്ല അനുസരണയും തലയെടുപ്പും കൈവന്നതോടെ ഉത്സവപ്പറമ്പുകളിലെ തിരക്കേറിയ താരമായി മേഘാർജുനൻ മാറിക്കഴിഞ്ഞു. കൂടൽമാണിക്യം ദേവസ്വവും ഇവനെ നല്ല രീതിയിൽ തന്നെയാണ് പരിപാലിക്കുന്നത്. എത്രാം വയസ്സിലാണ്, ഏതു വർഷമാണ് മേഘാർജുനൻ ഇവിടെ എത്തുന്നത്? 2006 അന്ന് 10 വയസ്സ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് മേഘാർജുനൻ എന്നൊരു പേരിടാൻ കാരണം? ഈ ഒരു പേര് അപൂർവമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അതായത് മേഘാർജുനെ നടക്കിയിരുത്തിയത് തെക്കേമഠം സുരേഷ് എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ ആളുടെ മകളുടെ പേരും മകൻ്റെ പേരും മേഘയും അർജുനും കൂടിയിട്ടാണ് മേഘാർജുനൻ എന്നുള്ള പേരിട്ടത്. ഇന്ന് ആന എങ്ങനെയാണ് ഇവൻ്റെ സ്വഭാവം, അതുപോലെ തന്നെ പ്രധാനമായും പങ്കെടുക്കുന്ന ഉത്സവങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പം ദേവസ്വത്തിൻ്റെ ഇവിടുത്തെ 10 ദിവസത്തെ ഉത്സവത്തിൽ എല്ലാ ദിവസവും ഉണ്ടായിരിക്കും. പിന്നെ ചെറിയ ചെറിയ ഉത്സവങ്ങൾക്കും എല്ലാം പോകുന്നുണ്ട്. ഇപ്രാവശ്യം തൃപ്പൂണിത്തുറ പൂർണ്ണത്രയ ക്ഷേത്രത്തിൽ പോയിരുന്നു. അങ്ങനെ എല്ലാ ഉത്സവങ്ങൾക്കും പോകുന്നുണ്ട്. നവംബർ മുതൽ ജനുവരി വരെ നീളുന്ന 3 മാസക്കാലമാണ് ഇവൻ്റെ മതപ്പാട് കാലം. ഓരോ നീരുകാലം കഴിയുമ്പോഴും ഇവനിൽ നല്ല വളർച്ചയും പ്രകടമാകാറുണ്ട്. ഈ ചെറുപ്രായത്തിൽ തന്നെ 9 അടിയോളം ഉയരവും എല്ലാ ഗജലക്ഷണങ്ങളും സൗന്ദര്യ തികവുകളും ഒത്തിണങ്ങിയ മേഘാർജുനൻ
ഉയരക്കേമനായി മാറുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഒപ്പം പൂരപ്പറമ്പുകളെ അടക്കി വാഴുന്ന ഒട്ടേറെ തിടമ്പുകൾ തൻ്റെ ശിരസിലേറുന്ന ആ പ്രതാപകാലം വിദൂരമല്ല. ഏവരും കാത്തിരിക്കുകയാണ് ഇവൻ്റെ ആ രാജകീയ വരവിനായി, സംഗമേശ്വരൻ്റെ മാനസപുത്രനായി, അതിലുപരി ഇരിങ്ങാലക്കുടക്കാരുടെ പ്രിയപ്പെട്ട മാണിക്യനായി, ഏവരുടെയും ഇഷ്ടതാരമായി, കറുപ്പഴകിൻ്റെ തമ്പുരാനായി, യുവകരിവീരന്മാരിലെ മിന്നും താരമായി ഇവൻ ഇന്ന് നിലകൊള്ളുകയാണ്. മേഘത്തിൻ്റെ മിന്നൽ പ്രഭാവവും അർജുനന്റെ തേരോട്ടവുമായി മേഘാർജുനൻ എന്ന കൊമ്പൻ തൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. വലിയ രവി, മാണിക്യൻ, രാമൻ, ലക്ഷ്മണൻ തുടങ്ങിയ ഗജകേസരികൾ അരങ്ങുവാണ് കൂടൽമാണിക്യം ആനത്തറവാട്ടിലെ ഇപ്പോഴത്തെ ഗജരാജകുമാരനാണ് കൂടൽമാണിക്യം മേഘാർജുനൻ. ശൗര്യതയിൽ നിന്ന് ശാന്തതയിലേക്കുള്ള ഇവൻ്റെ പകർനാട്ടവും എണ്ണക്കറുപ്പിനെ വെല്ലുന്ന ഈ കരിയഴകുമാണ് മേഘാർജുനനെ എല്ലാവർക്കും പ്രിയങ്കരനാക്കുന്നത്. കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് പുറമെ തൃശ്ശൂർ പൂരമടക്കമുള്ള പൂരങ്ങളിൽ യുവതാരമായ ഇവൻ്റെ വിശേഷങ്ങൾ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത അധ്യായത്തിൽ മറ്റൊരു കൊമ്പൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമായി ഞങ്ങൾ വീണ്ടും മടങ്ങിയെത്തും. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.